ജീവശാസ്ത്രം ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ ക്ലാസ്സിലേക്കൊരു പ്യൂപ്പയുമായിട്ട് കടന്നു വന്നു. അങ്ങനെ കുട്ടികളെല്ലാവരും ആകാംക്ഷയോടുകൂടി ആ പ്യൂപ്പ അങ്ങനെ വിരിയുന്നതും അതിൽ നിന്നും ചിത്രശലഭം ഉണ്ടാകുന്നതും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതിങ്ങനെ കൊണ്ടുവച്ച് അധ്യാപകൻ കുറച്ച് എന്തൊരാവശ്യം വന്നപ്പോൾ ഞാൻ പുറത്തു പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് അധ്യാപകൻ ഇറങ്ങിയ സമയത്ത് കുട്ടികൾ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ഇതിങ്ങനെ വിരിയുന്നതും. അല്പസമയം ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഏകദേശം ഇങ്ങനെ പൊട്ടി ശലഭത്തിന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ എന്ത് ചെയ്യും, അത് പുറത്തേക്ക് വരും, പൊട്ടും. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ അതിൽ കൂടെ നിൽക്കുന്നൊരു കുട്ടി ഇങ്ങനെ വല്ലാത്ത മനപ്രയാസം, ഇത്ര കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ. അപ്പം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ചെന്നിട്ട് ഈ പ്യൂപ്പ എന്ത് ചെയ്തു, മോനെ പൊട്ടിച്ചു കൊടുത്തു. പൊട്ടിച്ചു കൊടുത്തോടുകൂടി ശലഭം ഫ്രീ ആയല്ലോ. ശലഭം ഫ്രീ ആയി പുറത്തേക്ക് വന്ന് ഏതാനും നിമിഷങ്ങൾക്കകം ആ ശലഭോടെ ചത്ത് വീഴാണ്. ഇത് കണ്ടോടൊരു കുട്ടി ആകെ കരച്ചിൽ വന്ന് ആകെ സങ്കടപ്പെട്ടു. അപ്പോഴാണ് അധ്യാപകനെ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്ന സമയത്ത് കുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചു ചോദിച്ചു. കുട്ടി പറഞ്ഞു ഞാൻ അങ്ങനെ ആ ശലഭം കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് പൊട്ടിച്ചു കൊടുത്താണ് അറിഞ്ഞു. അപ്പോൾ അധ്യാപകൻ തിരിച്ചു പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, ആ പ്യൂപ്പയിൽ നിന്ന് ശലഭം പുറത്ത് കിടക്കാൻ എടുക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ആ ഒരു പ്രയാസം നേരിടലുണ്ടല്ലോ, അതാണ് ആ ശലഭത്തിന് ജീവിക്കാനുള്ള ആയുസ്സിനെ നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം കൊണ്ട് പറയാം, ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ബാക്കിയുള്ള ആത്മവിശ്വാസത്തെയൊക്കെ മോൾഡ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ രൂപപ്പെടുത്തിയെടുക്കാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നഷ്ടപ്പെട്ടു പോകും. അത് പലപ്പോഴും അത്തരത്തിലുള്ളൊരു പ്രയാസങ്ങൾ നമുക്ക് പലപ്പോഴും പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ സഹായിക്കാനുള്ള ഒരു മനസ്സ് എന്നുള്ളത് അത് നമ്മൾ തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ചില സഹായിക്കലുകൾ, സ്ഥിരമായ സഹായിക്കലുകൾ, അതിനെയാണ് നമ്മൾ ശ്രദ്ധാപൂർവം കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടത്, ഒരു കരടിയും ആ കരടിയുടെ കുട്ടിയും കൂടി ഈ മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന ഒരു മലഞ്ചെരുവിൽ അവരിങ്ങനെ നടന്നു വരികയാണ്. നടന്നു വന്ന് ആ മലഞ്ചെരുവിൻ്റെ ഒരു ചെരുവിലൂടെ ഇങ്ങനെ ആ അമ്മക്കരടി നടന്ന് ഇങ്ങനെ കയറിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. കുട്ടി ഇങ്ങനെ അതേ അമ്മ നടന്ന അതേ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് പോയി. പക്ഷേ കുട്ടി താഴേക്ക് വീണു. ഓരോ തവണ താഴേക്ക് വീഴും, വീണ്ടും മുകളിലേക്ക് കയറും, വീണ്ടും അങ്ങനെ ആ മഞ്ഞിലുരസി അതിങ്ങനെ താഴേക്ക് വീഴും. അപ്പം അമ്മക്കരടി മുകളിൽ നിന്ന് ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. താഴത്തിറങ്ങി വരുന്നില്ല, തോളിൽ കയറ്റണില്ല, തള്ളിക്കൊടുക്കണില്ല. ആ കുട്ടി കണ്ടാൽ തന്നെ നമുക്ക് തോന്നും, എന്താ ഈ കുട്ടി ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടീനെ ഒന്ന് താഴത്തിറങ്ങി കൊണ്ടുപോയിക്കൂടെ. പക്ഷെ കൊണ്ടുപോകണില്ല. അതിങ്ങനെ പരിശീലിച്ച് മുകളിലേക്ക് അത് എത്തണം. പലപ്പോഴും ഈ ചെറിയ കുട്ടികളെ വളർത്തുന്ന രംഗത്ത് രക്ഷിതാക്കൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് അവർ സ്വന്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ അനാവശ്യമായി സഹായിക്കുക. സ്വാഭാവികമായി അവരുടെ ജീവിതത്തിൽ അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കാനുള്ള ഈ പ്രതിസന്ധി പറഞ്ഞാൽ ഇതല്ല, വലിയ ജീവൽ പ്രതിസന്ധികൾ സംഭവിക്കാനുണ്ട്. അപ്പോൾ നിസ്സാരമായ ചെറിയ കാര്യങ്ങളിൽ നിരന്തരമായ സഹായങ്ങൾ കൊടുത്ത് അവർക്കത് സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്കുള്ള സഹായങ്ങൾ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ മക്കൾ നടക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ അവർ വീഴും. പക്ഷേ നമ്മൾ ആരും എന്ത് ചെയ്യാറില്ല, അത് ശ്രദ്ധിക്കാറില്ല. വീണ്ടും നടക്കുമ്പോൾ അത് വീഴും, പിന്നെ നീച്ച് നടക്കും, വീണ്ടും വീഴും. അതാണല്ലോ അവർ ചെയ്യാറുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിലേക്ക് വരുമ്പോൾ ഈവൻ നമ്മുടെ വസ്ത്രം ഒന്ന് എന്താ വെച്ചാൽ അതുപോലും അതിൻ്റെ വിഷയത്തിൽ പോലും ഇപ്പം എല്ലാം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തരുന്നൊരു സംവിധാനം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയിലെ രക്ഷിതാക്കൾ കാണാൻ സാധിക്കും. കാരണം അവർ പലപ്പോഴും ഓവർ കെയറിങ് ആണ്. അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിക്കാണണം. സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ ടാസ്കുകൾ
അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അവരുടെ ഉള്ളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് ഒരു പ്രശ്നം മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറയുന്ന എന്നൊരു രീതിയുണ്ട്. ആ രീതി കുട്ടി തന്നെ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇന്ന പ്രശ്നം വരുമ്പോൾ അതിങ്ങനെ ചെയ്താൽ അത് കുട്ടീൻ്റെ ഉള്ളിൽ നിന്ന് താനെ തോന്നേണ്ടുന്ന ഒരു ഐഡിയ. പക്ഷെ നമ്മളതിങ്ങനെ ഓരോന്നും പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലേക്ക് മാറും എന്നുള്ളത് തന്നെയാണ്. ഈ പ്രതിസന്ധികളെ ഗൗരവമായി കാണുക എന്നുള്ളത് ആവശ്യമുള്ളതാണ്. പക്ഷേ അത് ഗൗരവമായി കാണണം. ഇപ്പോൾ ഇതിൽ സഹായിക്കണ്ട, സപ്പോർട്ട് ചെയ്യണ്ട എന്നൊന്നും ഈ സംസാരത്തിലോ ഈ വീഡിയോയിലോ ഈ പറഞ്ഞ കാര്യങ്ങളിലോ ഒന്നുമില്ല. സഹായിക്കാനാണ് വേണ്ടത്. പക്ഷേ സഹായിക്കുന്നത് ഒരു ഉപദ്രവമായി മാറുമോ, നാശത്തിലേക്ക് തന്നെ വഴി നടത്തുമോ എന്നതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരാളെ നമ്മൾ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ കുറച്ച് പ്രയാസപ്പെട്ട് നന്നാവട്ടെ എന്ന് വിചാരിക്കണം എന്നല്ല. ഒരാളെ ഏത് വിഷയത്തിലാണോ നമ്മൾ സഹായിക്കുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുന്നതാണ്. വസ്ത്രമില്ലാതെ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾക്ക്, ഭക്ഷണം കിട്ടാത്ത ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ അള്ളാഹു പരലോകത്ത് ഭക്ഷണം കൊടുക്കും. ഇപ്പോൾ ദുനിയാവിൽ ഒരാൾക്ക് ഷെൽട്ടർ ഒരുക്കിയാൽ, ഒരു താമസിക്കാനുള്ള സൗകര്യം ഒരുക്കിയാൽ, പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് അതിനുള്ള അവസരം കൊടുക്കും, തണൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നത് പോലെ ഓരോന്നിനും അതേ രൂപത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അപ്പോൾ സഹായിക്കാനുള്ള മനസ്സ് തീർച്ചയായും നമുക്കുണ്ടാകണം. പക്ഷേ ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയായിരിക്കും. ആ ട്രെയിനിങ്ങിനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത് എന്നത് മാത്രമാണ് ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം. സിമ്പതി അല്ല, എമ്പതിയാണ് വേണ്ടത് അല്ലേ? എപ്പോഴും സിമ്പതി നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരോടും തോന്നാറുണ്ട്. പക്ഷെ ആ സിമ്പതിയിൽ നിന്ന് നമ്മൾ അവരെ സഹായിക്കാമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര പ്രയാസത്തിലേക്ക് എത്തിച്ചേരും. ഇത് എമ്പതിയാണ്. എമ്പതി നമ്മൾ ചെറിയ സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, ചെയ്തു കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അത് അവരുടെ സ്വയം ചെയ്യുന്ന രൂപത്തിലേക്ക്. ഇപ്പോൾ സ്വന്തം ഡ്രസ്സ് പോലും എന്ത് വെച്ചാൽ കൃത്യമായിട്ട് എടുത്തു വെക്കാൻ സാധിക്കാത്തൊരു മുതിർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ സംബന്ധിച്ച് അത് അവൻ്റെ ജീവിതത്തിൽ തന്നെ അടക്കും ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കാരണം എല്ലാം ചെയ്തു കൊടുത്ത് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ്. ഈ കുട്ടികൾക്ക് ബോറടി മാറ്റാൻ എന്ന് പറഞ്ഞ് പലപ്പോഴും രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ കൊടുക്കാറുണ്ട്. മൊബൈൽ ഫോൺ കൊടുക്കും, കുട്ടി ബോറടി മാറ്റും. അപ്പോൾ ഒന്ന് ബോറടി മാറ്റാനാണ്, രണ്ട് അവരുടെ പണികൾ എളുപ്പത്തിൽ നടക്കാൻ വേണ്ടിയിട്ടെന്നുള്ളതാണ്. ശരിക്ക് കുട്ടികൾ കുറച്ചു നേരം ബോറടിക്കണം എന്നാണ്. കുറച്ചു നേരം ബോറടിക്കണം. എന്നിട്ട് ബോറടിക്കുമ്പോൾ ആ ബോറടിയിൽ നിന്ന് സ്വന്തം മാറാനുള്ള സ്വന്തം ചില ആക്ടിവിറ്റികൾ അവരായിട്ട് കണ്ടെത്തി അപ്പോഴാണ് ക്രിയേറ്റിവിറ്റി വളരുള്ളൂ എന്നാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എൻഗേജ് ആക്കി നിർത്തുക, ഒന്ന് കഴിഞ്ഞ് കൊടുക്കുക എന്നുള്ളത് അത് പലപ്പോഴും സ്ക്രീനിൽ നിന്ന് മാത്രമായി കൊടുക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ഗൗരവമായി കാണേണ്ടത്. അല്ലാത്ത ആക്ടിവിറ്റികൾ കൊടുക്കാം. പക്ഷെ ആ ആക്ടിവിറ്റികൾക്കിടയിലും ഒരു ചെറിയ സമയം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറച്ച് ബോറടിക്കുന്ന ടൈം ഉണ്ടായിക്കോട്ടെ. അവിടെയാണ് കുട്ടികൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായി ചെയ്യുക. പക്ഷേ ആ ഗ്യാപ്പിലേക്ക് പലപ്പോഴും മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ടാബ് ഒക്കെ കൊടുക്കുകയാണ്. അവിടെ കുട്ടികൾ അതിൽ തന്നെ എൻഗേജായി അത് കൂടുതൽ ദോഷത്തിലേക്ക് മാറ്റുകയാണ്. ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും.